പത്മജ വേണുഗോപാൽ ഒരു തുടക്കമല്ല, ഒരു തുടർച്ചയാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ അനിവാര്യമായ പരാജയത്തിൻ്റെ തുടർച്ച എന്ന് വേണമെങ്കിൽ പറയാം. ഏതു സമയവും BJP-യിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന KPCC അധ്യക്ഷൻ സുധാകരൻ്റെ RSS വേദികളിൽ സധൈര്യം നടന്നു കയറുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പാർട്ടിക്ക് ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കും എന്നുള്ളത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പത്മജയ്ക്ക് പിന്നാലെ ആരൊക്കെ ഇനി BJP-യുടെ കളത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് കേരളം ഇനി കാത്തിരിക്കുന്നത്. നേരത്തെ ദേശീയ തലത്തിൽ കോൺഗ്രസിന് അഭിമാനമായ തുരുത്തായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ടാകണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി സ്വസ്ഥമായി മത്സരിക്കാൻ കണ്ടെത്തിയ ഇടം കേരളത്തിലെ വയനാടായി മാറുകയും ചെയ്തത്. ഇവിടെ നിന്നാരും BJP-യിലേക്ക് കളം മാറില്ല എന്നുള്ളതായിരുന്നു നാളിതുവരെയും ദേശീയ നേതൃത്വത്തിന്റെ അടക്കം ഉള്ള വിശ്വാസം. പക്ഷെ അതിനെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസുകാരുടെ ലീഡർ K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ഇപ്പോൾ BJP-യിൽ ചേക്കേറിയിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിലെ മുടിചൂടാൻ മന്നന്മാരായിരുന്ന AK ആന്റണിയുടെയും K കരുണാകരന്റെയും മക്കൾക്ക് BJP-യിൽ ചേക്കേറിക്കൂടാ എന്നുള്ള ചോദ്യമാണ് ഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ അണികൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തിലെ കോൺഗ്രസ് ഇനി ഒരു സേഫ് സോൺ അല്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ മനസ്സിലായിക്കൊണ്ടിരിക്കും. ഈ സാഹചര്യത്തിൽ വേണം ഇന്നത്തെ ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു കമന്റ് നമ്മൾ ഓർത്തെടുക്കുന്നത്. മക്കൾ പോകുന്നതൊന്നും വലിയ കാര്യമില്ല, വാപ്പാര് പോകുമ്പോൾ നോക്കിയാൽ മതി. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് BJP-യിലേക്ക് മക്കൾ പോകുന്നത് പ്രശ്നമില്ല, പക്ഷേ ബാപ്പമാർ പോകാതിരുന്നാൽ മതി എന്നുള്ളതാണ്. വളരെ കണക്കറ്റ ഒരു പരിഹാസമായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടേത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി BJP-യിലേക്ക് പോകുന്ന അച്ഛന്മാരുടെയും മക്കളുടെയും എണ്ണം കൂടിക്കൂടി വരികയാണ്. അത് മധ്യപ്രദേശിലായാലും മഹാരാഷ്ട്രയിലായാലും ഹരിയാനയിലായാലും ദില്ലിയിലായാലും എല്ലാം ഇത്തരത്തിലുള്ള കൊഴിഞ്ഞുപോക്ക്, BJP-യുടെ താമരക്കുളത്തിലേക്കുള്ള പോക്ക് നിർബാധം തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടി വേണം PK കുഞ്ഞാലിക്കുട്ടിയുടെ കേരളത്തിലെ UDF-ലെ പ്രബല പാർട്ടിയുടെ നേതാവിന്റെ വാക്കുകളെ വായിച്ചെടുക്കേണ്ടത്. ഇനി ആരൊക്കെയാണ് പത്മജയ്ക്ക് പിന്നാലെ BJP-യിലേക്ക് ചേക്കേറുക എന്നുള്ളതാണ് കേരളം കാത്തിരിക്കുന്നത്. ആ ഒഴുക്ക് തുടർന്നുകൊണ്ടേയിരിക്കുക തന്നെയാണ്. പണ്ട് R ശങ്കർ എന്ന് പറഞ്ഞ കേരളത്തിന്റെ പഴയ മുഖ്യമന്ത്രിയുടെ മകൻ BJP-യിലേക്ക് ചേക്കേറി. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJP-യിലേക്ക് ചേക്കേറി. അതിന് പിന്നാലെ പല പാർട്ടികളിൽ കളം മാറി ചവിട്ടിയ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജും BJP-യിലേക്ക് ചേക്കേറി. അങ്ങനെ കേരളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു പാർട്ടിയും മുന്നണിയുമായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ തുടർച്ചയാണ് BJP-യിലേക്കുള്ള ഈ പോക്ക്. പത്മജയിൽ ഒടുങ്ങുന്നതല്ല BJP-യിലേക്കുള്ള കോൺഗ്രസ് നേതാക്കളുടെ പോക്ക്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ, കൂടുതൽ വാപ്പമാർ, കൂടുതൽ മക്കൾ BJP-യിലേക്ക് പോകും എന്നതിന്റെ സൂചന തന്നെയാണ് നൽകുന്നത്. ഒരു പാർട്ടിയുടെ അനിവാര്യമായ പരാജയമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിർണായകമായ ഘട്ടങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടെടുക്കാതെ വർഗീയതയോട് സന്ധി ചെയ്തുകൊണ്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വാദിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ എല്ലാവിധമായ പരിഹരിക്കാനാകാത്ത പരാജയത്തിലേക്ക് പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പത്മജ വേണുഗോപാലിന്റെ ഈ BJP-യിലേക്കുള്ള പോക്ക് എന്ന് പറയുന്നത്. K സുധാകരൻ RSS-കാർക്ക് സംരക്ഷണം ഒരുക്കി എന്ന് പറഞ്ഞതും VD സതീശൻ ഗോൾവൾക്കറുടെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തതുമെല്ലാം മലയാളികൾ മറന്നിട്ടില്ല, കോൺഗ്രസുകാർ മറന്നിട്ടില്ല. അങ്ങനെ ഏതു സമയത്തും BJP-യിലേക്ക് കയറി ചെല്ലാനുള്ള പാത ഒരുക്കിയിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. അത് നേതൃത്വം മുതൽ താഴെത്തട്ട് വരെ അങ്ങനെ ഒരു സൂചനയാണ് കോൺഗ്രസുകാർ നൽകിയിരിക്കുകയും ചെയ്യുന്നത്. ഈ പത്മജ വേണുഗോപാലിൽ ഒതുങ്ങുന്നതല്ല BJP-യിലേക്കുള്ള കോൺഗ്രസ് നേതാക്കളുടെ പോക്ക്. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന വേളയിൽ ഒരു ദിവസം കൊണ്ടാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകൾ മാറി മറിഞ്ഞത്. സിറ്റിംഗ് MP-മാർ 15 പേരും പരാജയപ്പെടുമെന്ന് ഹൈക്കമാൻഡിന് കനകോലു നൽകിയ റിപ്പോർട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് വലിയ ആഘാതമായി പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് ചേക്കേറിയത്. പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ മാറ്റുകയാണ്. വടകരയിൽ മത്സരിക്കുന്ന മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നു. തൃശ്ശൂരിൽ ഉണ്ടായിരുന്ന TN പ്രതാപന് സീറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യം. അങ്ങനെ ഒരു തരത്തിലും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളിലേക്ക്, കൂട്ടക്കുഴപ്പത്തിലേക്ക് കോൺഗ്രസ് ചെന്നുപെട്ടിരിക്കുകയാണ്. പത്മജ വേണുഗോപാലിന് പിന്നാലെ ആരൊക്കെ പോകുമെന്നുള്ളത് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ഒരു അന്തരീക്ഷം, ഒരു മാനസികാവസ്ഥ കേരളത്തിലെ കോൺഗ്രസിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നുള്ളത് അന്വർത്ഥമാകുന്ന തരത്തിലാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ BJP-യിലുള്ള കൊഴിഞ്ഞുപോക്ക് ഇനിയും തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പത്മജ വേണുഗോപാൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ ആഘാതം കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ചെറുതല്ല, വലിയ ആഘാതം തന്നെയാണ് ആ പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്.